നമ്മൾ ലൈഫിൽ എപ്പോഴും നമ്മൾ സ്നേഹിക്കുന്ന ആളെ തേടി അവരുടെ പിന്നാലെ പോകാറുണ്ട്. എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ നമ്മൾ 1% കൂടുതൽ ഇങ്ങോട്ട് സ്നേഹിച്ചിരുന്നെങ്കിൽ എന്ന്? എന്നാ കേട്ടോ, നമ്മളറിയാതെ നമ്മളെ വാല്യൂ ചെയ്യുന്ന നമ്മളെ ഗ്രോത്തിന് വേണ്ടി ഓരോ ദിവസവും പ്രാർത്ഥിക്കുന്ന നമ്മളെ സ്നേഹിക്കുന്ന കുറച്ച് പേരുണ്ട്. അപ്പാർട്ട് ഫ്രം ഫാമിലി എനിക്കങ്ങനെ കുറച്ച് പേരുണ്ട്. ആൻഡ് ഐ ആം സോ ലക്കി ഫോർ ദാറ്റ്. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ ഒരാളെ പറ്റിയിട്ടാണ്. എൻ്റെ ബർത്ത്ഡേ മന്ത് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മന്ത് എൻഡാണ്. പക്ഷേ എൻ്റെ അനിയത്തിയുടെ അങ്ങനെയല്ല, മന്ത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് തന്നെ അച്ഛനമ്മയുടെ കയ്യിലൊക്കെ ക്യാഷിലുണ്ട്, അവർക്ക് അടിപൊളിയായിട്ട് എപ്പോഴും സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റാറുണ്ട്. അതിന് ഐ എം നോട്ട് ഈവൻ കംപ്ലൈനിങ്, ബിക്കോസ് ഞാനാണ് സർപ്രൈസസും ഗിഫ്റ്റും എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റ് ചെയ്യുന്ന ആൾ. എൻ്റെ ഫാമിലിയിലെ ഇവൻറ്റ് മാനേജർ ഞാൻ തന്നെയാണ്. പറയുന്നതിനെന്താ. സോ ഞാൻ പറയാൻ വന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെപ്പറ്റി ഇത്രയും കെയർ ചെയ്യുന്ന വാല്യൂ ചെയ്യുന്ന ആൾക്കാരെ നമ്മൾ പലപ്പോഴും കണ്ടില്ലെന്ന് നടിക്കും. അവരവിടെ തന്നെ ഉണ്ടല്ലോ, എവിടെയും പോകുന്നില്ലല്ലോ, കോൺസ്റ്റൻ്റ് ആണെന്നൊക്കെ വെച്ചിട്ട് നമ്മളങ്ങനെ അവർക്കൊരു വാല്യൂ ചെയ്യാണ്ടിരിക്കും. ബട്ട് ലിസൺ ടു ദിസ് ഗൈസ്, അപ്പാർട്ട് ഫ്രം അവർ ഫാമിലി, ഇങ്ങനെ ടേക്ക് കെയർ ചെയ്യുന്ന കുറച്ച് പേര് നമ്മുടെ ലൈഫിലുള്ളത് നമ്മൾ ഇത്ര ലക്കിയാണല്ലേ. നമ്മൾ എപ്പോഴും അതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ചിട്ടുണ്ടോ?